ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ഉള്ളത് ഇസ്രായേലിലെ അഷ്കലോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനൊരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പം നാളെ കൊണ്ട് എൻ്റെ ഡ്യൂട്ടി ഇവിടെ കഴിയുകയാണ്. അപ്പം ഞാൻ വെളിയിലൊക്കെ ഒന്ന് പോയി കറങ്ങി പ്രദേശമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് എല്ലാം ഒന്നും കാണാൻ പറ്റത്തില്ല, എങ്കിലും നല്ല മനോഹരമായിട്ടുള്ളൊരു ബീച്ചുണ്ട് ഇവിടെ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ നാളെ ഒരു ദിവസം കൂടി അല്ലേ ഉള്ളൂ, പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. നിങ്ങളെല്ലാവരെയും കൂട്ടി നമുക്കെല്ലാവർക്കും കൂടെ ഒന്നിച്ച് പോയി കാണാം. എങ്ങനെ പോരുമല്ലേ എല്ലാവരും? എങ്കിൽ വായോ, നമുക്ക് പോകാം. എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ അഷ്കലോണിനെ കുറിച്ചും അവിടുത്തെ കാര്യങ്ങൾ ചെറിയ രീതിയിലൊക്കെ എനിക്കറിയാവുന്ന പോലെയൊക്കെ പോകുന്ന വഴിക്ക് ഷെയർ ചെയ്യാം കേട്ടോ. സംസാരിച്ച് പോകാം നമുക്ക്. വായോ. അങ്ങനെ നമ്മൾ ഇറങ്ങി ഇങ്ങനെ നടന്നു പോവുകയാണ്. നമ്മുടെ ഫ്രണ്ടിലായിട്ട് കണ്ടില്ലേ 2-3 കെട്ടിടങ്ങൾ കണ്ടോ, വലിയ കെട്ടിടങ്ങൾ. അതിൻ്റെ ഇപ്പുറത്തായിട്ട് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിൻ്റെതായ ആ റെഡ് കളറ് ആ കെട്ടിടങ്ങളിലേക്ക് ഇങ്ങനെ പ്രതിഫലിച്ച് കാണുമ്പോൾ എന്ത് രസമാണെന്നറിയാം. അത് നേരിട്ട് നമ്മൾ കാണുമ്പോൾ അത് ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ എന്നും വൈകിട്ട് ഇങ്ങനെ വീടിൻ്റെ വെളിയിൽ ഇറങ്ങി ഇങ്ങനെ വെറുതെ മുറ്റത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഭംഗി ഞാൻ ആസ്വദിക്കാറുണ്ട്. ഭയങ്കര രസമാണ്. അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ച് നിങ്ങളെയും കൂടി ഇത് കാണിച്ചാലോ എന്ന്. അത്രയ്ക്ക് രസമായിരുന്നു അത് കേട്ടോ. എല്ലാവരും ഓരോരുത്തരുടെയും സ്ഥലങ്ങളിൽ ഇങ്ങനെ വ്യത്യസ്തമായ മനോഹരമായ കാഴ്ചകളുണ്ടാവും. പക്ഷേ ഇത് നമുക്ക് ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ ഒരു സ്ഥലത്തൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് കുറച്ചൊക്കെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ അതിലൊരു വലിയ സന്തോഷമുണ്ട് അല്ലേ? ഇസ്രയേൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു രാജ്യമാണ്. അപ്പോൾ അത് അവിടെ എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായതിന് തന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ബൈബിൾ അടിസ്ഥാനപരമായിട്ടും എല്ലാം നമുക്കൊരുപാട് കാണാനും അവിടെ ഒന്ന് എത്തിപ്പെടാനും അവിടെ ആ ഭൂമിയിൽ നിന്ന് കാലുകുത്താൻ ഒരുപാട് കൊതിച്ച ഒരു മണ്ണാണ്. അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് നന്ദി ദൈവത്തോട് ഈ അവസരത്തിൽ പറയുവാണ്. അതുപോലെ ഈ അഷ്കലോൺ എന്ന് പറയുന്ന ഈ ഒരു നഗരത്തെ സംബന്ധിച്ചാണെങ്കിൽ അഷ്കലോൺ വളരെ പുരാതനമായ ഒരു തുറമുഖ നഗരമാണ് അഷ്കലോൺ. മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്ത് ഇസ്രായേലിൻ്റെ തെക്ക് ഭാഗത്താണ് അഷ്കലോണിൻ്റെ സ്ഥാനം. ഇത് ഗാസയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഗാസയിലേക്ക്. അപ്പോൾ പാലസ്തീൻ്റെ ബോർഡറാണ്. അതുപോലെ തന്നെ ടെലവീവിൽ നിന്ന് ഒരു 36 മൈൽ തെക്കായിട്ടാണ് ഈ അഷ്കലോണിൻ്റെ സ്ഥാനം. പുരാതന അതായത് ബൈബിൾ കാലഘട്ടത്തിലൊക്കെ പറയുവാണെങ്കിൽ പുരാതന കനാനിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ തുറമുഖമായിരുന്നു അഷ്കലോൺ. അത് ഈജിപ്തുകാരും കനാന്യരും അസീറിയക്കാരും ഗ്രീക്കുകാരും ഫിലിസ്തീന്മാരെന്ന് പറഞ്ഞാൽ പാലസ്തീനാണ് കേട്ടോ. എല്ലാവരും ഇത് ഭരിച്ച ഒരു പ്രദേശമാണ് ഈ നഗരം. അപ്പോൾ ഈ നഗരം ഭൂമിശാസ്ത്രപരമായ ഈ നഗരത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം അയൽ രാജ്യങ്ങളെല്ലാം ഈ നഗരത്തെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിച്ച്. അപ്പോൾ സൈനിക നടപടികൾക്ക്, അതായത് സൈനിക പ്രവർത്തനങ്ങൾക്കും വാണിജ്യ വ്യവസായപരമായ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ഭൂപ്രകൃതി ഈ സ്ഥലത്തിനുണ്ടായിരുന്നു, ഈ നഗരത്തിന്. പാലസ്തീനിലെ അതായത് ഗാസ, അഷ്ദോദ്, എക്രോണ്, ഗത്ത് എന്നിങ്ങനെ പാലസ്തീനികളുടെ 5 പ്രധാന നഗരങ്ങളിലൊന്നായിരുന്നു അഷ്കലോൺ. ബൈബിളിലൊക്കെ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബൈബിളിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് സെഫന്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെയാണ് പറയുന്നതിന്, ഗാസ നഗരത്തിൽ ആരും അവശേഷിക്കുകയില്ല, അഷ്കലോൺ നഗരം നശിപ്പിക്കപ്പെടും എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അതൊക്കെ ഏകദേശം സത്യമാവുകയാണ്. അത് ബൈബിൾ വിശ്വസിക്കുന്നതും ക്രിസ്തുമതം വിശ്വസിക്കുന്നതുമായ വ്യക്തികൾക്ക് അതിൻ്റെ ആ ഒരു അന്തസത്ത മനസ്സിലാവും. കാരണം ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ അതിൻ്റെ ഒരംശമൊക്കെയാണിപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമാകുമ്പോൾ ലോകം തീർന്നു എന്നുള്ളതാണ് ക്രിസ്ത്യൻസിൻ്റെ ഒരു വിശ്വാസം. ഈ ബൈബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബൈബിളിൽ അഷ്കലോണിനെ കുറിച്ച് പറയുന്ന ഒരു നാശത്തിൻ്റെ നഗരമായിട്ടാണ് അഷ്കലോണിനെ കുറിച്ച് പറയുന്നത്. എപ്പോഴും യുദ്ധങ്ങൾ മൂലം എപ്പോഴും ഈ നഗരം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വീണ്ടും അത് പുനരുദ്ധരിക്കപ്പെടുന്നു, വീണ്ടും നശിപ്പിക്കപ്പെടുന്നു. ഓരോ രാജ്യങ്ങളും ഇത് ആഗ്രഹിച്ച് അതിനെ വീണ്ടും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണുന്ന ഈ കെട്ടിടം ഉണ്ടല്ലോ, അതിൻ്റെ സ്ട്രക്ചർ ഭയങ്കര രസമാണ് കാണാൻ. റൗണ്ട് ഷേപ്പിൽ
ലൈറ്റ് ഗ്രീൻ ഗ്ലാസ്സോട് കൂടി ആ കെട്ടിടം ഉണ്ടല്ലോ, എന്ത് സൂപ്പറാണ്. ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ട്, അവിടെ അങ്ങനെ നിന്ന് കണ്ടു വീഡിയോ എടുത്തുകൊണ്ട് നിന്ന സമയത്താണ് മലയാളി ഒരു പെങ്കൊച്ചിനെ ഞാൻ കണ്ടു കേട്ടോ. ഒരു പുള്ളിക്കാരിയെ കണ്ട, ആദ്യമായിട്ട് ഞാൻ കാണുവാണ്. പുള്ളിക്കാരിയെ പരിചയപ്പെട്ടു, ഇടുക്കിക്കാരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ വർത്താനം പറഞ്ഞു കുറച്ച് സമയം അവിടെ അങ്ങ് നിന്നുപോയി. അങ്ങനെ നിന്ന് സമയം പോയി. അപ്പം സൺസെറ്റിൻ്റെ ആ നല്ല സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയിൽ അത് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ, സോറി. അപ്പോൾ സൺസെറ്റ് കാണാനായിട്ട് വന്ന ആൾക്കാർ പാർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ഏരിയയാണ് നമ്മൾ ഈ വലത് ഭാഗത്തായിട്ട് കാണുന്നത് കേട്ടോ. അവിടെ ഇന്നിപ്പം അധികം ആൾക്കാരൊന്നും ഇല്ല. ഇപ്പോൾ ബീച്ചിലൊക്കെ അങ്ങനെ സന്ദർശകരെ ഒരുപാട് അനുവദിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം കടലിലിറങ്ങിയ ഒരു യുവാവിനെ സ്രാവ് പിടിച്ചുകൊണ്ട് പോയ ഒരു ഇൻസിഡൻറ്റ് ന്യൂസിലൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇപ്പോൾ കടലിലൊന്നും ആൾക്കാർക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ കർശനമായിട്ട് നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇസ്രായേലിലെ എല്ലാ ബീച്ചുകളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുവാണേ. അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ വിസിറ്റേഴ്സിനെ ഒന്നും ഇപ്പം സന്ദർശകരെ ഒന്നും അധികം കാണുന്നില്ല. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുള്ളതാണ്. പിന്നെ ഒന്ന് ഗാസയുടെ അതായത് പാലസ്തീൻ്റെ ബോർഡർ കൂടി ആയതുകൊണ്ട് യുദ്ധ സാഹചര്യങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അധികം ആൾക്കാരൊന്നും അങ്ങനെ ഇപ്പം വരാറില്ലാന്ന് തോന്നുന്നു. ഈ മടലിൻ്റെ പ്രത്യേകത കണ്ടോ, എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ, നല്ല രസമല്ലേ കാണാൻ. അവിടെയാണെങ്കിൽ ഒരു വേസ്റ്റ് സാധനങ്ങളൊന്നുമില്ല. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ പ്ലാസ്റ്റിക്, കുപ്പി, പേപ്പറൊക്കെ ആയിട്ട് എന്തുമാത്രം മലിനമായിരിക്കും നമ്മുടെ ബീച്ചുകളൊക്കെ. ഇത് കണ്ടില്ലേ, ഒരു മലിനമായ ഒരു ഇതുമില്ല. അങ്ങനെ നമ്മൾ കടലിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ചിങ്ങനെ നടക്കുകയാണ് ബീച്ചിലൂടെ. മലയാളീസൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ആരുമില്ല, എല്ലാവരും വർക്കിലായിരിക്കും. പിന്നെ ഞാനിപ്പം ഇവിടെ വന്നിരിക്കുന്നത് ഒരു കുറച്ച് ദിവസത്തെ വർക്കിന് വേണ്ടിയിട്ടാണ്, ഒരു ഷിഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ വന്ന് ഇനിയിപ്പോൾ എനിക്ക് 2 ദിവസം കൂടിയേ ഉള്ളൂ. അതിനുശേഷം എനിക്ക് അടുത്ത വർക്കിലേക്ക് പോകണം. അതുകൊണ്ട് നാളെ കഴിഞ്ഞ് എൻ്റെ വർക്ക് ഇവിടെ തീരുകയാണ്. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം കാണാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീടൊരിക്കലും എനിക്ക് തിരിച്ച് ഇവിടെ വന്ന് ഇത് കാണാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കണ്ടിട്ട് പോവാം. എല്ലാ ഭാഗങ്ങളും ഒന്നും കാണാനുള്ള സമയമില്ല. ഈ ഒരു ചെറിയ ബീച്ചെങ്കിലും കണ്ടിട്ട് പോകാമെന്ന് ഓർത്തു. ഈ ബീച്ചിൻ്റെ പേര് മറീന ബീച്ച് എന്നാണ് കേട്ടോ, അഷ്കലോണിലെ മറീന. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, യുദ്ധസമയത്തൊക്കെ ഈ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. ഈ കടലിൻ്റെ തീരത്തൂടാണ് സൈറൻ വരുന്ന സമയത്ത് ആൾക്കാരിങ്ങനെ കൂട്ടമായിട്ട് കെട്ടിടങ്ങളുടെ അടിയിലേക്ക് അഭയം പ്രാപിക്കാനായിട്ട്, ഷെൽട്ടർ ഹോമുകളിലേക്ക് പോകാനായിട്ട് ഓടുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി കുറേ പ്രചരിച്ച വീഡിയോസാണ്. അത് ഈ ഒരു ബീച്ചാണ്. നമുക്ക് കാണുമ്പോൾ അറിയാം, ആ ബീച്ചിൽ കൂടിയാണ് ആൾക്കാർ ഓടി രക്ഷപ്പെടാനായിട്ട് പോയത്. ബൈബിൾ അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ സംസാരിക്കുക ഇസ്രയേലിനെ കുറിച്ച്. കാരണം മതപരമായ ഒരു സ്ഥാനം ഇസ്രയേലിനുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറയുന്നത്. ബൈബിളിലെ പഴയ നിയമത്തിൽ, അതായത് ക്രിസ്തുവിന് മുമ്പുള്ള ആ ഒരു പുസ്തകത്തിൽ പറയുന്നത് അഷ്കലോണിനെ കുറിച്ച് പലയിടത്തും പ്രതിപാദിക്കുന്നുണ്ട്. കാരണം എല്ലാ യുദ്ധത്തോടനുബന്ധിച്ചുള്ള ഒരു വിവരണമാണ് അഷ്കലോണിനെ കുറിച്ച് ഈ പഴയ നിയമത്തിലെല്ലാം കൊടുത്തിരിക്കുന്നത്. പല കാലഘട്ടത്തിൽ, പല രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ യുദ്ധത്തിൽ കൂടി പല രാജ്യങ്ങൾ അഷ്കലോണിനെ നേടിയെടുക്കാൻ ശ്രമിച്ച ഓരോ യുദ്ധകഥകളെക്കുറിച്ചൊക്കെയാണ് പഴയ നിയമത്തിൽ പറയുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ അഷ്കലോണിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കുറവാണ്. കാരണം യേശുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പുതിയ നിയമത്തിൽ വന്നിരിക്കുന്നത്. അപ്പം യേശു അവിടെ പോയതായിട്ടോ അഷ്കലോണിൽ താമസിച്ചതായിട്ടോ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായിട്ടോ ഒന്നും, അവിടുത്തെ ആൾക്കാരെ പഠിപ്പിച്ചതായിട്ടോ ഒന്നും പറയപ്പെടുന്നില്ല പുതിയ നിയമത്തിൽ. അതുകൊണ്ടാണ് അഷ്കലോണിനെ കുറിച്ച് പ്രതിപാദിക്കാത്തത്. ഈ അഷ്കലോൺ നഗരം എന്ന് പറഞ്ഞാൽ ഒരു 5000 വർഷത്തിനോടടുത്ത് പഴമയുള്ള ഒരു നഗരമാണ്, ഒരു തുറമുഖ നഗരമാണ് അഷ്കലോൺ. BC 734 അഷ്കലോൺ അസീറിയ കീഴടക്കി. അസീറിയൻ ഭരണത്തിന് കീഴിലാണ് ഒടുവിൽ ഫിലിസ്തീനെ, അതായത് പാലസ്തീനികളെ പുറത്താക്കിയത്. ഗ്രീക്കുകാരും മക്കാവികളും റോമാക്കാരും മുസ്ലിങ്ങളും കുരിശുദ്ധക്കാരും എല്ലാവരുടെ ഓരോരുത്തരുടെ ഊഴം അനുസരിച്ച് ഈ നഗരം, ഈ അഷ്കലോൺ നഗരം പിന്നീട് സ്വന്തമാക്കി.
ഞാൻ ഈ കഥകൾ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ അതെല്ലാം ഈ കടലിൻ്റെ ഒരു എരമ്പലിൽ അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത് കേട്ടോ. അതോ എന്ത് മനോഹരമാണ് കേട്ടോ. നോക്കിക്കേ, ബീച്ച് സൈഡിലെ ആ കെട്ടിടങ്ങൾ, അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാർക്ക് എല്ലാം ഉണ്ട് കേട്ടോ. ആ കെട്ടിടങ്ങളുടെ മനോഹാരിത ഇങ്ങനെ ദൂരക്കാഴ്ചയിൽ അങ്ങനെ നേരിട്ട് നമ്മളുടെ ക്യാമറ ഇല്ലാതെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് രസമാണ്. അത്രയും ഒരു ഭംഗി ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ട് ഇവിടുന്ന് ഈ പാലസ്തീൻ പാലസ്തീനികളെ ഇവിടുന്ന് പുറത്താക്കിയ ശേഷം അവരവിടെ വേറൊരു നഗരം ഉണ്ടാക്കി. അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, അതായത് അഷ്കലോണിന് പകരമായിട്ട് അവരവിടെ ഒരു നഗരം ഉണ്ടാക്കി. അഷ്കലോണിൻ്റെ സമീപത്ത് അറബികൾ. അതിൻ്റെ പേര് അൽ മജ്ദൽ എന്നാണ് അവരതിന് പേരിട്ട് വിളിച്ചത്. കാരണം ഈ അഷ്കലോൺ അവരുടെ ഒരു 5 നഗരങ്ങളിലെ ഒരു നഗരമായിരുന്നല്ലോ. അതിനെ ഇവർ യഹൂദന്മാർ പിടിച്ചെടുത്തതിന് ശേഷം അവരതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു പുതിയ നഗരം. അതുപോലെ തന്നെ മഹാനായ ഹെറോദോസ് രാജാവ് ജനിച്ചത് ഈ പട്ടണത്തിലാണെന്നും ഒക്കെ അന്നത്തെ ഒരു വസ്തുതയാണ്. അത് അങ്ങനെയൊക്കെ കരുതുന്നുണ്ട്. അവൻ അവിടെ ഒരു കൊട്ടാരവും ജലപാതയും നിർമ്മിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതിനകത്തൊക്കെ എത്രമാത്രം വസ്തുതയുണ്ട് എന്നറിയില്ല. അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. ഹെറോദോസ് രാജാവ് ഇവിടെയാണ് ജനിച്ചതെന്ന്. AD 1191 സലാഹുദ്ദീൻ എന്ന് പറയുന്ന ചക്രവർത്തി അഷ്കലോൺ നശിപ്പിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരു നഗരം 1 നൂറ്റാണ്ടോളം അത് നശിച്ച് തന്നെ കിടന്നു. പിന്നെ അത് പുനർനിർമ്മിക്കപ്പെട്ടില്ല. അതിനൊക്കെ ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഈ നഗരം വീണ്ടും പുനർനിർമ്മിച്ചത്. ഇതിനിടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ കഥ പറഞ്ഞു പോയ സമയത്ത് മീൻ പിടിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടായിരുന്നു. ആ ചേട്ടൻ ഒരു മീനിനെ പിടിച്ചു കേട്ടോ, ജീവനോടെ. ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ചൂണ്ടയിട്ട് മീനിനെ പിടിക്കുന്നത്. അങ്ങനെ അതും കണ്ടു. ഇപ്പോൾ ഇതാണ്ട അപ്പുറത്തോട്ട് നോക്കിക്കേ, അവിടെ കുറേ ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ, എന്തോ ഗെയിമുകൾ കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണെന്ന്. അതെ, ഗെയിമുകൾ എന്തൊക്കെയാണ്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളാണ് കേട്ടോ. അതെ, ഒരുപാട് കുട്ടികളുടെ സൗണ്ട് കാപ്പിരി പിക്കിരി സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഉണ്ട് കുറേ കുട്ടികളുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെയുള്ള ഷോപ്പുകൾ ഒക്കെയാണ്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ, ഷോപ്പുകളൊക്കെ ഉള്ളൂ. ഇനി അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട്. എനിക്ക് 1 മണിക്കൂറാണ് ആകെ തന്നിരുന്നത്. ആ 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ 3/4 മണിക്കൂറായി. ഇനി കുറേ എനിക്ക് നടക്കാനുണ്ട് തിരിച്ച്. 1948-49 കാലഘട്ടത്തിലാണ് ഇസ്രയേൽ അഷ്കലോൺ പിടിച്ചെടുക്കുകയും ഇസ്രയേലിൻ്റെ ഭാഗമായിട്ട് മാറ്റുകയും ചെയ്തത്. ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന അഷ്കലോണിനെ കുറിച്ചുള്ള കഥകൾ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട്, പുതിയൊരു സ്ഥലത്തെ കാഴ്ചകളുമായിട്ട് ഇനി നിങ്ങളെ കാണുന്നത് വരെ ബൈ.